ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കണ്ണപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈമ റൈസ് 1.5 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിലേക്ക് 3/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിരിക്കണ്. അതുപോലെ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ലോണം തിക്കിലും അല്ല നല്ലോണം ലൂസാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും കൂടി ചേർത്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി കൊടുത്തിക്കണം കേട്ടോ. അതിലേക്ക് ഇതാ ഞാൻ 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയും ഇതൊക്കെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തുകണ്. അതും കൂടി ചേർത്തിട്ട് ആ മസാല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. നമുക്ക് ഏത് സ്നാക്കൊക്കെ വേണ്ടിയിട്ടും ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ണപ്പത്തേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടോ. ഇപ്പോൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണേ. അപ്പോൾ അതിലേക്ക് ഇതാ അതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് മസാല വെച്ച് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഓരോന്നിൻ്റെ മേലെയും നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റായി സ്നാക്കും റെഡി ആയിട്ടോ. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇതാ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഓയിലും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് റമദാനൊക്കെ അല്ലേ വരുന്നത്, അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമുക്ക് ഏത് ഫില്ലിങ് വെച്ചിട്ടും ഇത് റെഡിയാക്കാം. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.